കർണന്റെ മറുപടി കേട്ട് കൃഷ്ണൻ പറഞ്ഞു, ശരി കർണ, നല്ല കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു. നടക്കുവാൻ പോകുന്ന യുദ്ധത്തിൻ്റെ ഭയാനകതയെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. ദുര്യോധനന്റെ പക്ഷത്തു ചേരുവാൻ വരുന്ന രാജാക്കന്മാരെല്ലാം മരണപ്പെടും. ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ കേട്ട് കർണൻ പറഞ്ഞു, അങ്ങ് പറയുന്നതെല്ലാം ശരിയാണ്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത്? യുദ്ധത്തിൽ ദുര്യോധനന് പരാജയവും യുധിഷ്ഠിരന് വിജയവുമാണ് ഉണ്ടാകുവാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. യുദ്ധം ചെയ്ത് മരണപ്പെടുവാനാണ് വിധിയെങ്കിൽ അത് നടക്കുക തന്നെ വേണമല്ലോ. വീരന്മാരായ ക്ഷത്രിയന്മാർ അന്യോന്യം പോരാടി മരിക്കും. അങ്ങേ എങ്ങനെയാണ് ഞാൻ പിന്നെ കാണുക? കർണൻ കൃഷ്ണനെ ആലിംഗനം ചെയ്യുന്നു. കൃഷ്ണൻ യാത്രയാകുന്നു. പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്നറിഞ്ഞിട്ടും ദുര്യോധനന് കൊടുത്ത വാക്കിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്ന കർണൻ തേരിൽ കയറി കൊട്ടാരത്തിലേക്കതാ യാത്ര പോകുന്നു. ഉറച്ച മനസ്സോടെ. ഇല്ല, കർണൻ ഒരിക്കലും വാക്ക് മാറില്ല. യുദ്ധത്തിൽ മരണമാണ് വിധിയെങ്കിൽ അത് സന്തോഷം ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും, കർണൻ മനസ്സിൽ പറഞ്ഞു.